Hi dear aspirants, welcome to Aspire Defense. Aspire Defense in the പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ ആർമിയിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് 12 രീതിയിൽ ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. 12 വേസ് ഉണ്ട് നമുക്ക് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പലർക്കും ഇതൊക്കെ അറിയാതെ പോകാറുണ്ട്. സോ അവർക്കിത് എൻട്രി മിസ് ചെയ്യാറുണ്ട്. പക്ഷേ അവരുടെ ഏജ് ലിമിറ്റ് കഴിയുന്ന സമയത്ത് അവർ റിഗ്രറ്റ് ചെയ്യാറുണ്ട്. സോ നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. First entry, UPSC National Defence Academy Examination. UK National Defence Academy located at Pune, Kadakwasla. പൂനെയിലെ കടക്വാസ്ലയിലാണ് NDA പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇന്ത്യയുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ നാഷണൽ ഡിഫൻസ് അക്കാഡമി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ നാഷണൽ ഡിഫൻസ് അക്കാഡമിയാണ്. സോ ആർക്കൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ ഫോർ ദിസ് എൻട്രി. ഓക്കെ, സോ എന്തൊക്കെയാണ് കണ്ടീഷൻസ്? നിങ്ങൾ 10+2 കഴിഞ്ഞ കുട്ടിയാണെങ്കിലും 10+2 എപ്പിയർ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ, നിങ്ങൾ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 16.5 to 19.5 ആണ്. ഓക്കെ, 16.5 വയസ്സിനും 19.5 വയസ്സിനിടയിൽ പ്രായമുള്ള എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് 2 തവണ കണ്ടക്ട് ചെയ്യാറുണ്ട് ഒരു വർഷത്തിൽ. UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഈ ഒരു എൻട്രി കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നോട്ടിഫിക്കേഷൻസ് സാധാരണയായിട്ട് ഏപ്രിൽ മന്തിലും സെപ്റ്റംബർ മന്തിലാണ് വരാറുള്ളത്. സോ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഓക്കെ, സോ സെലക്ഷൻ പ്രൊസീജിയർ. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഫസ്റ്റ് വൺ UPSC നടത്തുന്ന റിട്ടൺ എക്സാം ആണ്. UPSC കണ്ടക്ട് ചെയ്യുന്ന റിട്ടൺ എക്സാം ആണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. റിട്ടൺ എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSB ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സർവീസസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂ. സോ SSB ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. നിങ്ങൾക്ക് ആർമി, നേവി, എയർഫോഴ്സ് 3 ഫോഴ്സിൽ ഏതെങ്കിലും ഒരു ഫോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് SSB ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NDAയിൽ ജോയിൻ ചെയ്യാം. പ്രസ്റ്റീജിയസ് ആയിട്ട് NDAയിൽ 3 വർഷം പഠിക്കാം. അതിനുശേഷം റെസ്പെക്റ്റീവ് അക്കാഡമി, സോ ഇന്ത്യൻ ആർമി ആയതുകൊണ്ട് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലാണ് നിങ്ങളുടെ 1 ഇയർ കമ്മീഷനിങ് ട്രെയിനിങ് ഉണ്ടായിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാം. കമ്മീഷൻ റാങ്കിൽ, ലെഫ്റ്റനന്റ് റാങ്കിൽ ജോയിൻ ചെയ്യാം. 2 stars in your shoulder. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് സ്വപ്നം കാണുക, നന്നായിട്ട് പരിശ്രമിക്കുക. NDAയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. 12th പഠിക്കുന്ന കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് എൻട്രിയിലേക്ക് പോവാം. നെക്സ്റ്റ് എൻട്രി ടെക്നിക്കൽ എൻട്രി സ്കീം ബൈ ദ ഇന്ത്യൻ ആർമി. ഓക്കെ, ഇന്ത്യൻ ആർമിയാണ് ടെക്നിക്കൽ എൻട്രി സ്കീം കണ്ടക്ട് ചെയ്യുന്നത്. 10+2 ടെക്നിക്കൽ എൻട്രി സ്കീം. ഓക്കെ, ഇത് മെയിൽ കാൻഡിഡേറ്റ്സ്, ആൺകുട്ടികൾക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, പെൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇതൊരു ടെക്നിക്കൽ എൻട്രി ആണ്. ഓക്കെ, നിങ്ങൾ പലരും എഞ്ചിനീയർ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവും, പല എൻട്രൻസ് എക്സാംസ് എഴുതുന്നുണ്ടാവും. IIT JEE എക്സാം കണ്ടക്റ്റഡ് ബൈ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് എഞ്ചിനീയർ ആവാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ്. അത് ഫ്രീ ആയിട്ട്, ഒരു ചിലവില്ല, ഒരു രൂപ പോലും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എവറിത്തിങ് വിൽ ബി ഫ്രീ. ഓക്കെ, സോ ഇന്ത്യൻ ആർമിയാണ് ഈ ഒരു എൻട്രി കണ്ടക്ട് ചെയ്യുന്നത്. ഇതിന് നിങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. മെയിൽ കാൻഡിഡേറ്റ്സ് ഫോർ എഞ്ചിനീയറിംഗ് കോർ പോസ്റ്റ്. ഓക്കെ, ഇത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. മിനിമം 60% ഇസ് റിക്വയർഡ്. ഓക്കെ, PCM ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ 60% മിനിമം അഗ്രേഡ് മാർക്ക് വേണം. അതിനുശേഷം JEE മെയിൻസിൻ്റെ സ്കോറിൻ്റെ ബേസിലാണ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ JEE മെയിൻസ് നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ ദ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കോമൺ റാങ്ക് ലിസ്റ്റിൻ്റെ ബേസിലാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ആർമി SSB ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. സോ ഇതൊരു ഡയറക്റ്റ് എൻട്രിയാണ്. NDA പോലെ നിങ്ങൾ എക്സാം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് SSB ഇൻ്റർവ്യൂവിന് പോവാം. ഓക്കെ, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് SSB ഇൻ്റർവ്യൂവിന് പോകാം. SSB ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മെഡിക്കൽ ടെസ്റ്റ്, ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. വൺസ് നിങ്ങളുടെ പേരും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ആർമിയുടെ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ മിലിറ്ററി എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗ് പൂനെയിൽ CME പൂനെയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, 4 വർഷം സൗജന്യമായിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കാം. അതിനുശേഷം ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾ കമ്മീഷൻ റാങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യും. പെർമനന്റ് കമ്മീഷനാണ്. അഗെയിൻ ലെഫ്റ്റനന്റ് റാങ്ക് ആണ്. 2 stars in your shoulder. ഓക്കെ, ഇതൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എൻട്രിയാണ്. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ദ നെക്സ്റ്റ് എൻട്രിയിലേക്ക് നമുക്ക് പോവാം. ദാറ്റ്സ് ആർമി മെഡിക്കൽ കോളേജ്, ആർംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ്, AFMC. ഓക്കെ, നിങ്ങൾ പലരും ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. നീറ്റ് പലതവണ നിങ്ങൾ എഴുതുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ആർമിയിൽ ഡോക്ടറായിട്ട് മാറാം. ഓക്കെ, ഇന്ത്യൻ ആർമിയിൽ AMC ആർമി മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. സോ നമുക്ക് നോക്കാം ഇതിനെക്കുറിച്ച് എന്താണ്. ഇതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓക്കെ, കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് തിങ്, ക്വാളിഫൈ NEET UG. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ക്വാളിഫൈ NEET UG. NEET UG നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. NEET UGൻ്റെ സ്കോറിൻ്റെ ബേസിലാണ് AFMC നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രോസസ് നീറ്റ് ഷോർട്ട് ലിസ്റ്റിംഗ് ആണ്. നീറ്റ് ഷോർട്ട് ലിസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് AFMC നടത്തുന്ന പ്രൊസീജിയറിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, എന്തൊക്കെയാണത്? ഇംഗ്ലീഷ് പ്ലസ് ലോജിക്കൽ റീസണിങ് എക്സാം ആണ് ഫസ്റ്റ് തിങ്. അതിനുശേഷം സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് പ്ലസ് ഇൻ്റർവ്യൂ അറ്റ്
എവിടെ വെച്ച് നടക്കുന്നത്? AFMC പൂനെയിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, സോ അതിലെ ഫസ്റ്റ് കണ്ടീഷൻ നീറ്റിന് നന്നായിട്ട് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. നീറ്റിൻ്റെ സ്കോറിൻ്റെ ബേസിലാണ് AFMC നിങ്ങളെ അവരുടെ സെലക്ഷൻ പ്രൊസീജിയറിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ 50% ഇംഗ്ലീഷിലും നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം 12th. ഓക്കെ, അതുപോലെ തന്നെ 60% നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ അഗ്രിഗേറ്റ് മാർക്സ് ഉണ്ടായിരിക്കണം 12th. സോ ഇത്രയും കണ്ടീഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യാം, ഫ്രീ ആയിട്ട് MBBS ചെയ്യാം. 5 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾ ഇന്ത്യൻ ആർമിയിൽ ക്യാപ്റ്റൻ റാങ്കിൽ ജോയിൻ ചെയ്യും. ഓക്കെ, ലെഫ്റ്റനന്റ് അല്ല, ക്യാപ്റ്റൻ, 3 stars ഇൻ യുവർ ഷോൾഡർ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിൽ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. നിങ്ങൾക്ക് ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് UN പീസ് കീപ്പിംഗ് മിഷനിലൊക്കെ പോകാൻ പറ്റും. ഓക്കെ, വലിയൊരു ഓപ്ഷനാണ്. സോ ദിസ് ഇസ് ഫോർ AFMC, ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ്. നമുക്ക് അടുത്ത എൻട്രിയിലേക്ക് പോവാം. മിലിറ്ററി നഴ്സിംഗ് സർവീസ്. ഓക്കെ, മിലിറ്ററി നഴ്സിംഗ് സർവീസും ഒരു ഓഫീസർ എൻട്രിയാണ്. ഇന്ത്യൻ ആർമിയാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യൻ ആർമിയിൽ ഒരു ഭാഗം തന്നെയാണ്, ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസിൻ്റെ ഭാഗം തന്നെയാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് MNSന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. 10+2 നിങ്ങൾ PCB അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിട്ടുണ്ടായിരിക്കണം. മിനിമം 50% അഗ്രിഗേറ്റ് മാർക്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കണ്ടീഷൻ നീറ്റ് ക്വാളിഫൈ ചെയ്യണം. നിങ്ങൾ നീറ്റ് UG ഇവിടെയും ക്വാളിഫൈ ചെയ്യണം. നീറ്റിൻ്റെ സ്കോറിൻ്റെ ബേസിലാണ് ഇന്ത്യൻ ആർമി നിങ്ങളെ MNSന് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമി നടത്തുന്ന പ്രൊസീജിയറിലേക്ക് പോകാം. അതായത് MNSൻ്റെ CBT എക്സാം, സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഡൽഹി കണ്ടോൺമെൻറ്റിൽ വെച്ചിട്ടാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ലൈക്ക് AFMC പൂനെ, കമാൻഡ് ഹോസ്പിറ്റൽ ബാംഗ്ലൂർ, എയർഫോഴ്സ് കമാൻഡ് ഹോസ്പിറ്റൽ ഡൽഹി, ഇതുപോലുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. ഫ്രീ ആയിട്ട് BSc നഴ്സിംഗ് പഠിക്കാം, 4 വർഷം ഫ്രീ ആയിട്ട് പഠിക്കാം. ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ ഫുഡ്, ഫ്രീ ഡ്രസ്സ്, യൂണിഫോം, അതിലൂടെ സ്റ്റേപ്പൻഡ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇത്രയും ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ട്. അതിനുശേഷം 4 വർഷത്തെ സൗജന്യ BSc നഴ്സിംഗ് പഠനത്തിന് ശേഷം ഇന്ത്യൻ ആർമിയിൽ ലെഫ്റ്റനന്റ് റാങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മേജർ ജനറൽ റാങ്ക് വരെ നിങ്ങൾക്ക് പ്രൊമോഷൻ ഉണ്ട്. സോ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ നേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പല ആൾക്കാരും, അവർക്കൊക്കെ എല്ലാം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ബിക്കോസ് നിങ്ങൾക്കറിയാം നേഴ്സുമാർക്ക് ഇന്ത്യയിൽ വളരെ സാലറി വളരെ കുറവാണ്. വൺസ് നിങ്ങൾ ആർമിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സാലറി ഇന്ത്യയിൽ ക്ലാസ് 1 ഗ്രൂപ്പ് ഗസ്റ്റ് ഓഫീസർ റാങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇത്രയും വലിയൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ ഒരിക്കലും ഇത് മിസ് ചെയ്യാൻ പാടില്ല. നമുക്ക് അടുത്ത എൻട്രിയിലേക്ക് പോവാം. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ. നമ്മൾ ഇത്രയും പറഞ്ഞത് 12th ലെവൽ എൻട്രീസ് ആയിരുന്നു. ഇനി നമുക്ക് ഗ്രാജുവേറ്റ് ലെവൽ എൻട്രീസിലേക്ക് പോവാം. ദാറ്റ്സ് ഫസ്റ്റ് വൺ ഇസ് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ, CDS, കണ്ടക്ടഡ് ബൈ ദ UPSC. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് നമുക്ക് ഇന്ത്യൻ ആർമിയിൽ 2 അക്കാഡമിയാണുള്ളത്. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ലൊക്കേറ്റഡ് അറ്റ് ഡെറാഡൂൺ, OTA ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ലൊക്കേറ്റഡ് അറ്റ് ചെന്നൈ. നിങ്ങൾ പല മൂവീസിൽ ഇത് കണ്ടിട്ടുണ്ടാവും ഈ അക്കാഡമീസ് ഒക്കെ. സോ IMAയിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ കുറച്ച് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ CDSന്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് UPSC കണ്ടക്ട് ചെയ്യുന്ന എക്സാം, പിന്നെ SSB ഇൻ്റർവ്യൂ, മെഡിക്കൽ ടെസ്റ്റ് ആൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഓക്കെ, ഇതാണ് പ്രൊസീജിയർ. സോ അതിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് 3 പേപ്പറാണുള്ളത്. ഫസ്റ്റ് വൺ ഇംഗ്ലീഷ്, മാത്സ്, GK. ഓക്കെ, 3 പേപ്പറാണ് നമുക്ക് വരുന്നത്. ആൻഡ് OTA-ലേക്കാണെങ്കിൽ GK ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ, 2 പേപ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് IMAയിൽ ബോയ്സിന് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, OTA-യിൽ ബോയ്സിനും ഗേൾസിനും ജോയിൻ ചെയ്യാം. സോ ഗേൾസിന് OTA-ലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ, ബോയ്സിന് മാത്രമേ IMAയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. സോ OTA-ലേക്ക് ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ടിൽ 25 നിങ്ങൾക്ക് 25 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, സോ 1 ഇയർ ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ഈ അക്കാഡമിയിൽ ഉണ്ടായിരിക്കുക. 1 ഇയറിന് ശേഷം നിങ്ങൾ ആർമിയിൽ ഓഫീസറായിട്ട് ജോയിൻ ചെയ്യും, ലെഫ്റ്റനന്റ് റാങ്കിൽ ജോയിൻ ചെയ്യും. ഓക്കെ, ഇതാണ് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സ്. പല എഞ്ചിനീയേഴ്സിനും ഇപ്പം ജോബ് ഓപ്പർച്യൂണിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെ ഒരു പല കാര്യങ്ങൾ വരുന്നു. പ്രൈവറ്റ് സെക്ടറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് തന്നെ അറിയില്ല, നിങ്ങൾക്ക് ജോബ് സെക്യൂരിറ്റി ഉണ്ടോ എന്ന് അറിയില്ല. സോ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സ്, TGC എൻട്രി. ഓക്കെ, സോ ഇത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റും, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പറ്റത്തില്ല. ആൻഡ് ടിൽ 27 യു ക്യാൻ അപ്ലൈ ഫോർ ദിസ് എൻട്രി. ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡോണ്ട് ഹാവ് റൈറ്റ് എനി സെപ്പറേറ്റ് എക്സാം ഫോർ ദിസ് എൻട്രി. നിങ്ങൾ ഒരു സെപ്പറേറ്റ് എക്സാം ഇതിനു വേണ്ടി എഴുതാൻ പോകുന്നില്ല. നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സ്കോറിൻ്റെ BTech ഡിഗ്രി സ്കോറിൻ്റെ ബേസിലാണ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് SSB ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാം. SSB ഇൻ്റർവ്യൂ നിങ്ങൾ റെക്കമെൻഡ് ആയി കഴിഞ്ഞാൽ മെഡിക്കൽ ടെസ്റ്റ്, ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്, നിങ്ങൾക്ക് ആർമിയിൽ ജോയിൻ ചെയ്യാം. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ 1 ഇയർ ട്രെയിനിങ്, അതിനുശേഷം നിങ്ങൾക്ക് ആർമിയിൽ ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാം ഇൻ ദ റാങ്ക് ഓഫ് ലെഫ്റ്റനന്റ്. ഓക്കെ, 2 stars ഇൻ യുവർ ഷോൾഡർ. IMA ഡെറാഡൂണിലാണ് ട്രെയിനിങ് ഉണ്ടായിരിക്കുക.
സോ IMA ഡെറാഡൂണിലാണ് ട്രെയിനിങ് ഉണ്ടായിരിക്കുക. സോ ഇതൊക്കെയാണ് നമ്മളുടെ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ബിക്കോസ് നിങ്ങളുടെ ഇവിടെ ഡയറക്റ്റ് എൻട്രി ആണ്, വേറെ ഒരു ഗ്രാജുവേറ്റ്സ് ഉണ്ടായിരിക്കില്ല, BTech ഗ്രാജുവേറ്റ്സിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻട്രി ആണ്, നിങ്ങൾ ഒരിക്കലും ഇത് മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് SSC ടെക് മെയിൽ ആൻഡ് ഫീമെയിൽ. ഓക്കെ, ഷോർട്ട് സർവീസ് കമ്മീഷൻ ടെക്നിക്കൽ. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതും ഒരു ടെക്നിക്കൽ എൻട്രിയാണ്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇവിടെ നിങ്ങൾ എക്സാം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സ്കോറിൻ്റെ ബേസിലാണ് ആർമി നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ അഗെയിൻ SSB ഇൻ്റർവ്യൂ, മെഡിക്കൽ ടെസ്റ്റ്, ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം. ഇവിടെ നിങ്ങൾ OTAയിലാണ് ജോയിൻ ചെയ്യുക. ഓക്കെ, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിലാണ് നിങ്ങളുടെ ട്രെയിനിങ് ഉണ്ടായിരിക്കുക. ഇതൊരു ഷോർട്ട് സർവീസ് കമ്മീഷൻ എൻട്രിയാണ്. ഓക്കെ, സോ ടിൽ 27 ഇവിടെയും നിങ്ങൾ ടിൽ 27 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സെലക്ഷൻ ഡയറക്റ്റ് എൻട്രി ആണ്. നിങ്ങൾ ഡിഗ്രി പെർസെൻറ്റേജിൻ്റെ ബേസിൽ SSB ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതിനുശേഷം മെഡിക്കൽസ്. അതോടെ നിങ്ങൾക്ക് ആർമിയിൽ ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാം. വളരെ നല്ലൊരു എൻട്രിയാണ്. എഗെയിൻ ഇതൊരു ടെക്നിക്കൽ എൻട്രിയാണ്. സോ നെക്സ്റ്റ് ഇസ് അബൌട്ട് ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, JAG എൻട്രി. ഓക്കെ, അഡ്വക്കേറ്റ്സിനുള്ള ഒരു ഓപ്ഷനാണ് ഇത്. എങ്ങനെ ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ LLBക്ക് പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഇത് കാണുന്നുണ്ടാവും. സോ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ ലീഗൽ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻ അപ്ലൈ ഫോർ ദിസ് എൻട്രി. ഇവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. മിനിമം 55% LLBയിൽ ആവശ്യമുണ്ട്. ഓക്കെ, നിങ്ങൾ LLB പഠിക്കുകയാണെങ്കിൽ മിനിമം 50% മാർക്സ് ഡിഗ്രിയിൽ ഉണ്ടായിരിക്കണം. അതിനുശേഷം നിങ്ങൾ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, സെക്കൻഡ് തിങ്. ആൻഡ് മൂന്നാമത്തത് നിങ്ങൾ ക്ലാറ്റ് PG, അതായത് നിങ്ങളുടെ ലോ എൻട്രൻസ് ആയ ക്ലാറ്റ് PGയിൽ നിങ്ങൾ അപ്പിയർ ചെയ്തിരിക്കണം. അതിൻ്റെ സ്കോറിൻ്റെ ബേസിലാണ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. സോ ഈ 3 കണ്ടീഷൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് എക്സാം ഒന്നുമില്ല, ഡയറക്റ്റ് എൻട്രി ആണ്. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് SSBക്ക് വേണ്ടി പോകാം, SSB ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, മെഡിക്കൽ ടെസ്റ്റ്, ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഓക്കെ, സോ ഇതും 27 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ടിൽ 27. ആൻഡ് ഇതും ഒരു പെർമനൻറ്റ് കമ്മീഷൻ എൻട്രിയാണ്. ഓക്കെ, JAG എൻട്രി ഒരു പെർമനൻറ്റ് കമ്മീഷൻ എൻട്രിയാണ്. സോ അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ, LLBക്ക് പഠിക്കുന്ന സ്റ്റുഡൻസ് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് എൻട്രി, നമുക്ക് നെക്സ്റ്റ് എൻട്രിയിലേക്ക് പോവാം. ദാറ്റ് ഇസ് NCC സ്പെഷ്യൽ എൻട്രി. പല കുട്ടികളും കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് NCCയിൽ ജോയിൻ ചെയ്യാറുണ്ട്. ഓക്കെ, അവർ യൂണിഫോം ഒക്കെ കാക്കി യൂണിഫോം ഒക്കെ ഇട്ടിട്ട് തലയിൽ ക്യാപ്പൊക്കെ വെച്ചിട്ട് ബാഡ്ജസ് ഒക്കെ വെച്ചിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പല കുട്ടികളും കോളേജിൽ പഠിക്കുന്ന സമയത്ത് റിപ്പബ്ലിക് ഡേ പരേഡിനൊക്കെ പോകാറുണ്ട്. സോ അവർക്കും ഒരു സ്പെഷ്യൽ എൻട്രി ഉണ്ട്, NCC സ്പെഷ്യൽ എൻട്രി. അവർക്ക് മാത്രമുള്ളൊരു എൻട്രിയാണ് NCC എൻട്രി എന്ന് പറയുന്നത്. സോ ഇതും ഇന്ത്യൻ ആർമിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇന്ത്യൻ ആർമിയുടെ അണ്ടറിൽ വരുന്ന NCC വിങ്ങിലുള്ള ആൾക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ ഇവിടെയും കുറച്ച് കണ്ടീഷൻ ഉണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് 50% മാർക്സ്. നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം, മിനിമം 50% മാർക്സ് ഉണ്ടായിരിക്കണം. മാത്രമല്ല NCCയിൽ നിങ്ങൾക്ക് C സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, നിങ്ങളൊരു C സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആയിരിക്കണം, അതും B ഗ്രേഡ് ഉണ്ടായിരിക്കണം. മിനിമം B ഗ്രേഡ് C സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതും വർഷത്തിൽ 2 തവണ കണ്ടക്ട് ചെയ്യുന്ന എൻട്രിയാണ്, കണ്ടക്ട് ട്വൈസ് ഇൻ ഇയർ. ഓക്കെ, സോ ഇവിടെയും ഡയറക്റ്റ് എൻട്രിയാണ്. നിങ്ങൾ എക്സാം ഒന്നും എഴുതുന്നില്ല. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് SSBക്ക് പോകാം, പിന്നെ മെഡിക്കൽ ടെസ്റ്റ്, ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. സോ ഇത് NCC കാഡറ്റ്സിന് വേണ്ടി മാത്രമുള്ള ഒരു എൻട്രിയാണ്. ജനറൽ കാൻഡിഡേറ്റ്സ് ആരും പുറത്തുനിന്ന് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇതൊരു സൂപ്പർ ആയിട്ടുള്ള എൻട്രിയാണ്. നിങ്ങൾക്ക് 25 ഇയേഴ്സ് വരെ ഇത് അപ്ലൈ ചെയ്യാം. ആൻഡ് ഇതൊരു ഷോർട്ട് സർവീസ് കമ്മീഷൻ എൻട്രിയാണ്. OTA ചെന്നൈയിലാണ് നിങ്ങൾക്കുള്ള ട്രെയിനിങ് ഉണ്ടായിരിക്കുക. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പലർക്കും അറിയാമെന്നില്ല, അതായത് ഈ ഒരു എൻട്രിയെ കുറിച്ച് അറിയുന്നില്ല. സോ NCCൻ്റെ പ്രാതിനിധ്യം പലർക്കും അറിയാറില്ല. സോ പല ആൾക്കാരും കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഓപ്ഷൻസ് കിട്ടിയാൽ NCCയിൽ ജോയിൻ ചെയ്യാറില്ല. സോ നിങ്ങളൊരു ആർമിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ കോളേജിൽ പഠിക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്ക് NCCയിലെ കോളേജസ് നോക്കി ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് NCCയിൽ ജോയിൻ ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ ഒരു എൻട്രി ഓപ്ഷൻസ് അവൈലബിൾ ആണ്, വർഷത്തിൽ 2 തവണ കിട്ടും. ഓക്കെ, സോ ഇതാണ് NCC സ്പെഷ്യൽ എൻട്രി. അടുത്തത് റിമൗണ്ട് വെറ്റിനറി കോപ്സ്. ഒരുപാട് വെറ്റിനറി ഡോക്ടേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട്. സോ അവർക്കും ഇന്ത്യൻ ആർമിയിൽ ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണാം, ലേഡി ഡോഗുമായിട്ട് നിൽക്കുന്നത്. ഇതൊരു ലേഡി ഓഫീസറാണ്, വെറ്റിനറി ഡോക്ടറാണ്. സോ നിങ്ങൾക്കാണ് ഇവിടെ ഷോൾഡറിൽ RVC എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് റിമൗണ്ട് വെറ്റിനറി കോപ്സ്. ഓക്കെ, സോ നിങ്ങൾക്ക് വെറ്റിനറി ഡോക്ടർക്കും ഇന്ത്യൻ ആർമിയിൽ ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാം. സോ നമുക്കത് നോക്കാം. എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ബാച്ചിലർ ഓഫ് വെറ്റിനറി കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ആൻഡ് ഇന്റേൺഷിപ്പും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 32 ഇയേഴ്സ്, ടിൽ 32 യു ക്യാൻ അപ്ലൈ ഫോർ ദിസ് എൻട്രി. ഓക്കെ, ഇഷ്ടംപോലെ സമയമുണ്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ. സോ ടിൽ 32 യു ക്യാൻ അപ്ലൈ ഫോർ ദിസ് എൻട്രി. ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്നത് സ്ക്രീനിങ് നിങ്ങളുടെ BV, അതായത് ബാച്ചിലർ ഓഫ് വെറ്റിനറി കോഴ്സിൻ്റെ മാർക്കിൻ്റെ ബേസിൽ, അതുപോലെ തന്നെ ഡയറക്ടർ ജനറലാണ് നിങ്ങൾ സ്ക്രീൻ ചെയ്യുന്നത് റിമൗണ്ട് വെറ്റിനറി കോപ്സ്. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ SSB ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക. അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ്, ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. നിങ്ങൾക്ക് അതിനുശേഷം റിമൗണ്ട് വെറ്റിനറി കോപ്സിൻ്റെ ട്രെയിനിങ് അക്കാഡമി മീററ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 3 months ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക.
അതിനുശേഷം നിങ്ങൾ ഇന്ത്യൻ ആർമിയിൽ ക്യാപ്റ്റൻ റാങ്കിൽ ജോയിൻ ചെയ്യും. അഗൈൻ നേരത്തെ AFMCയിൽ പറഞ്ഞ പോലെ തന്നെ ഡോക്ടറായിട്ട് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നിങ്ങൾ ക്യാപ്റ്റൻ റാങ്കിലാണ് 3 stars in your shoulder. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻട്രിയാണ്. നിങ്ങൾ വെറ്റിനറി ഡോക്ടേഴ്സ് ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇത് ഷെയർ ചെയ്യുക. ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, നെക്സ്റ്റ് ആർമി കാഡറ്റ് കോളേജ് എൻട്രി. ഇതൊരു സർവീസ് എൻട്രിയാണ്. ഇതൊരു ജനറൽ എൻട്രി അല്ല, ഇതൊരു സർവീസ് എൻട്രിയാണ്. ഓക്കെ, അതായത് സർവ് ചെയ്യുന്ന പേഴ്സണൽസിനുള്ള ഒരു എൻട്രിയാണ്. മിനിമം 2 years സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആർമിയിലുള്ള സോൾജേഴ്സിനാണെങ്കിലും നേവി സെയിലേഴ്സിനാണെങ്കിലും എയർഫോഴ്സിലെ എയർമെൻസിനാണെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ മിനിമം 2 years സർവീസ് റിക്വയർഡ് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്രീനിങ് നടക്കുന്നത് നിങ്ങളുടെ കമാൻഡിങ് യൂണിറ്റിലെ കമാൻഡിങ് ഓഫീസറാണ് നിങ്ങൾ സ്ക്രീനിങ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ACCയുടെ ഒരു എക്സാം ഉണ്ടായിരിക്കും, റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ആ റിട്ടൺ എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSB ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം ആൻഡ് മെഡിക്കൽസിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ നിങ്ങൾ വൺസ് നിങ്ങൾ ഇതിലൂടെ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വർഷം ACC ആർമി കാഡറ്റ് കോളേജ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡെറാഡൂണിലാണ്. അവിടെ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾ ഗ്രാജുവേഷൻ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ BA ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക, പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കുക. അതിനുശേഷം 1 year നിങ്ങൾ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ കമ്മീഷനിങ് ട്രെയിനിങ്ങിന് വേണ്ടി പോകുന്നു. അതിനുശേഷം ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യുന്നു. പെർമനന്റ് കമ്മീഷൻ നിങ്ങൾക്ക് ആർമിയിൽ ലഭിക്കുന്നു. സോ നിങ്ങളുടെ സർവീസ് പേഴ്സണൽസിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പല ആൾക്കാർ അപ്ലൈ ചെയ്യാറില്ല. സോ അവർക്കും ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് ലഭിക്കട്ടെ. സോ ആർമി കാഡറ്റ് കോളേജ് എൻട്രി, ദാറ്റ്സ് ഫോർ. നെക്സ്റ്റ് ഇസ് ടെറിട്ടോറിയൽ ആർമി. ഓക്കെ, TA. പല ആൾക്കാർക്കും ഏജ് ലിമിറ്റ് കഴിഞ്ഞ്, അതായത് 26-25 ഒക്കെ കഴിയുന്ന സമയത്ത് CDS മിസ് ആവാറുണ്ട്. പിന്നെ BTech ഗ്രാജുവേറ്റ് എൻട്രി, ടെക്നിക്കൽ എൻട്രി പലർക്കും മിസ് ആവാറുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്ത്യൻ ആർമിയിൽ പാർട്ടാവാനുള്ള ഒരു ഓപ്ഷനാണ് ടെറിട്ടോറിയൽ ആർമി. ടിൽ 42 years യു ക്യാൻ അപ്ലൈ ഫോർ ദിസ് എൻട്രി. ഓക്കെ, 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണാൻ പറ്റുന്നുണ്ടാവും. ഇന്ത്യയുടെ ഫോർമർ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി. അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ ഹോണററി ലെഫ്റ്റനന്റ് കേണലാണ്. സോ ഇതുപോലെ തന്നെ നിങ്ങൾക്കും ഇന്ത്യൻ ആർമിയിൽ ടെറിട്ടോറിയൽ ആർമിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ച് പ്രോസസ്സ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ, നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം എൻട്രി വന്ന സമയത്ത്. സോ 100 മാർക്കിൻ്റെ ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. റീസണിങ്, മാത്സ്, GK, ഇംഗ്ലീഷ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം റിട്ടൺ എക്സാം ഫോളോ ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പ്രിലിമിനറി ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതിനുശേഷം SSB ഉണ്ടായിരിക്കും. ഓക്കെ, പ്രിലിമിനറി ഇൻ്റർവ്യൂ ബോർഡ് ആൻഡ് ദെൻ SSB. സോ SSB നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മെഡിക്കൽ ടെസ്റ്റ്, അതിനുശേഷം നിങ്ങൾക്ക് ആർമിയിൽ ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാം. ഒക്കെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ടെറിട്ടോറിയൽ ആർമിയിൽ സെർവ് ചെയ്യാറുണ്ട്. സോ ഇതും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് പല എൻട്രീസ് നിങ്ങൾ മിസ്സായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർമിയിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല ഒരു ലാസ്റ്റ് ഓപ്ഷനാണ് ടെറിട്ടോറിയൽ ആർമി. ഓക്കെ, സോ നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ ആർമിയെ കുറിച്ചിട്ടുള്ള, ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ള വേരിയസ് എൻട്രീസിനെ കുറിച്ചാണ്. ഓക്കെ, ഫ്രം 12th മുതൽ ഗ്രാജുവേറ്റ് വരെയുള്ള എല്ലാ എൻട്രീസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ എൻട്രീസിനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പല കോച്ചിങ് പ്രോഗ്രാംസ് ഉണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം 7034561234. ഇപ്പോൾ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. പിന്നെ ഞങ്ങളുടെ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും ഈ PDFs ഒക്കെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മൾ പുട്ട് ചെയ്തിട്ടുണ്ട്. ആ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നമ്മൾ വെക്കുന്നതാണ്. സോ നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോളോ ചെയ്യുന്ന എല്ലാ വീഡിയോസും നമ്മൾ യൂട്യൂബ് ചാനലിൽ വരും. നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഇനി വരും ദിവസങ്ങൾ കാണാം. ഒരുപാട് എൻട്രീസ് വീഡിയോസ് ആയിട്ട്, ഇൻഫർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ നമുക്ക് കാണാം. ഓക്കെ, ബൈ.